നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമ, മലയാള മാധ്യമങ്ങൾ, മലയാള പ്രേക്ഷകർ, ജനങ്ങൾ, എന്താണല്ലോ മാധ്യമങ്ങൾക്ക് ഭയങ്കര ചാകരയാണ്. ഒരു 3-4 ആഴ്ചയായിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് അർജുൻ്റെ തിരോധാനം, പിന്നെ നമ്മുടെ വയനാട് ദുരന്തം, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തൊക്കെയാണ് വാർത്തകൾ വരുന്നതെന്ന് പോലും കൃത്യമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ എന്താണ് ഹേമ കമ്മിറ്റി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് 2017 നടിയെ ആക്രമിച്ച അതിൽ തുടങ്ങി. നടിയെ ആക്രമിച്ചതിൻ്റെ മാത്രമല്ല ഇതിനകത്ത് വിഷയം. ഇതേപോലെ പല ആക്രമണങ്ങളും ഈ സിനിമാ ഫീൽഡിൽ നടന്നിട്ടുണ്ട്, പലതും പുറത്തു വന്നിട്ടില്ല. പിന്നെ ആ നടി സ്ട്രോങ് ആയിട്ട് നിന്നും അവർക്ക് അത്രത്തോളം ഒരു അതേപോലെ ഒരു ഇഷ്യൂ ആയിരിക്കും അവിടെ നടന്നത്. അവരെ തിരിച്ചോടാൻ തയ്യാറല്ലായിരുന്നു. തിരിച്ചോടാൻ തയ്യാറല്ലാത്തതിൻ്റെ കാരണം അത് ഈ ഒരു സംഭവം മാത്രമായിരിക്കില്ല, അതിനിടയ്ക്ക് കുറേ ഇഷ്യൂസ് ഒക്കെ ഇതിനൊക്കെ നടന്നിട്ടുണ്ടായിരിക്കണം. അവർ സ്ട്രോങ് ആയിട്ട് നിന്നു. ഈ കേസിൽ പെട്ട ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ എക്സ് വൈഫ് പുള്ളിക്കാരത്തി രംഗത്തേക്ക് ഇറങ്ങി. പുള്ളിക്കാരത്തി പിണറായി വിജയൻ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് പിണറായി വിജയനായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി പുറത്തേക്ക് ഇറങ്ങിയില്ല. മുഖ്യമന്ത്രി നേരെ ഓർഡർ ഇട്ട് തൂക്കിക്കോളാൻ പറഞ്ഞു. നേരെ എന്ന് ദിലീപിനെ പൊക്കി 10-90 ദിവസം ജയിലിൽ കൊണ്ടിട്ടു. അപ്പോൾ അതിനുശേഷം നടി, ഈ പറഞ്ഞ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടി WCC എന്ന് പറഞ്ഞ വുമൺ സിനിമ കളക്റ്റീവിന് നേതൃത്വം കൊടുക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് ഒരു സ്ത്രീകളുടെ സംഘടനയെ തോന്നിക്കുന്ന രീതിയിലുള്ള എല്ലാ സ്ട്രോങ് സൂപ്പർ എന്താ പറഞ്ഞത് ലേഡി സൂപ്പർ സ്റ്റാറുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ നടി അതിനകത്ത് നിന്ന് പിന്മാറി. മഞ്ജു വാര്യർ എന്ന നടി അതിനകത്ത് മാറി. അവരുടെ അന്നത്തെ സാഹചര്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സിനിമ ഉണ്ടാവില്ല എന്ന് വന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ പല നടിമാരും അതിനകത്ത് മാറി. അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് അതിനകത്ത് നിന്ന് വെച്ചാൽ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ അന്നത്തെ എല്ലാ സിനിമകളിലും നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ഒരു അടുത്ത സൂപ്പർ സ്റ്റാറായിട്ട് വന്നിട്ടുള്ള നടിയാണ് പാർവതി തിരുവോത്ത്. 2-3 ഇഷ്യൂസ് ഇതിൻ്റെ പ്രശ്നങ്ങളും, പിന്നെ ഉണ്ടാന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചതിൽ എന്തൊക്കെയോ സീനുകളെ പറ്റി എന്തൊക്കെയോ ഡയലോഗ് അടിച്ചുകൊണ്ടൊക്കെ പുള്ളിക്കാരത്തിനെ നൈസായിട്ട് തടഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തേണ്ട ഒരു നടിയായിരുന്നു പുള്ളിക്കാരത്തി. എങ്കിലും ഉണ്ട്, ഇപ്പോഴും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത്. ഇനി ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ഇത്രയും കാലമായിട്ട് ഈ ആൾക്കാർ പല ഗോസിപ്പുകളും പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഒന്നിനും തെളിവുകളില്ല. ഓരോ നടന്മാരെ പറ്റി, ലാലേട്ടനെ പറ്റി, മമ്മൂക്കയെ പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടനെ പറ്റി, എത്ര പെണ്ണ് കേസുകളെ പറ്റി, എത്ര എല്ലാവരും പറയണത് എനിക്കറിയാം. അവൻ എൻ്റെ സിനിമയിലെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പറഞ്ഞതാണ്, ഇവൻ പറഞ്ഞതാണ്, ഇങ്ങനെ ഇഷ്ടംമാതിരി വാർത്തകൾ നമ്മുടെ എല്ലാവരുടെയും ഇത്രേ കാലമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് വന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുള്ളത്. പക്ഷെ പല ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ അത്യാവശ്യം സിനിമയെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ഏകദേശ ധാരണകൾ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഞെട്ടൽ വന്നതൊന്നും ജയസൂര്യയുടെ കേസില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിനു മുന്നേയും കേട്ട കാര്യങ്ങളാണ്, ഇതിനു മുന്നേ ഏകദേശം ധാരണയുള്ള കാര്യങ്ങളാണ്. അല്ല സിദ്ദിഖിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ദിഖിൻ്റെയൊക്കെ കുറേ വർഷം മുന്നേയുള്ള കേസുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശാന്തികൃഷ്ണനായിട്ടുള്ള വിഷയമൊക്കെ പണ്ട് തുടങ്ങി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണ്. ഇതിനോട് തുടർന്ന് സിദ്ദിഖിൻ്റെ വൈഫ് മരിക്കണതൊക്കെ ഒന്നും അറിയില്ല, ഇതൊക്കെ ശരിക്കും ഉള്ളതാണെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുകേഷിൻ്റെ കേസ് അറിയണത് ഈ സരിതയുടെ വൈഫ് പറഞ്ഞതിന് ശേഷമുള്ളതാണ്. പക്ഷേ മുകേഷിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ, മുകേഷ് ശരിക്കും ഇതിനകത്ത് ഏറ്റവും ഉഡായ്പ പരിപാടികൾ ചെയ്തിരിക്കുന്നത് മുകേഷാണ്. അത്രത്തോളം മോശമായ രീതിയിൽ ഈ ഹരാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി, ഈ പവർ, ഒരു മെയിൽ ഡോമിനൻസി അല്ലെങ്കിൽ മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ എങ്ങനെ ഒരു ആണ് കരുത്ത് കാണിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മുകേഷിനകത്ത് കാണിച്ചിരിക്കുന്നത്. എത്ര സ്ത്രീകളാണ് മുകേഷിനെ പറ്റി കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ര ഉടായ്പ കാണിച്ചിട്ടുണ്ട്. പിന്നെ എത്രയോ അലൻസിയറൊക്കെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിയുടെ നരമ്പ് രോഗം എന്താണെന്നുള്ളത്. ആ മുഖത്ത് പുള്ളിയുടെ ചില രീതിയിൽ കാണുമ്പോൾ തന്നെ അറിയാം. അത് പല നടിമാരും പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ എത്ര കാര്യങ്ങൾ. സിദ്ദിഖിൻ്റെ എന്ന് പറയുന്നത് പക്ക ഒരു ക്രിമിനൽ കേസായിട്ട് തന്നെ വരേണ്ട കേസാണ്. റേപ്പാണത്. അത് പറഞ്ഞത് ശരിയാണെങ്കിൽ, എനിക്കറിയില്ല ഉള്ളതാണെന്നുള്ളത്. പക്ഷേ പറഞ്ഞത് ശരി. ഇതിന് മുന്നേ ആ കേസ് വന്നിട്ടുണ്ട്. അന്ന് ആരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ പുള്ളിക്കെതിരെ കേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയും നമ്മൾ വിട്ടുപോയ കേസ് പേരുണ്ടാവും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമൊന്നുമല്ല, മലയാള സിനിമയിലെ ഒത്തിരി ആൾക്കാർ. എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ്, ജഗദീഷ്, ഇപ്പോൾ വന്ന ടോവിനോ തോമസ്, അല്ലെങ്കിൽ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ജയറാം, ഇങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു അവസരം നിഷേധിച്ച്, തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ അവസരം നിഷേധിക്കുക, അവരുടെ ജോലി ചെയ്യാനുള്ള അവകാശങ്ങളെ, അവരുടെ സ്കില്ലുകൾ അടിച്ചമർത്തുക, ഇങ്ങനെയുള്ള ഈ മൂന്നാംകിട ഈ കച്ചറ പരിപാടികളിലേക്ക് പോകുന്നത് ബാക്കിയുള്ള നടന്മാരാണ്. ഇവരൊന്നും പോകുക. കാര്യം ഇവർക്ക് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവർ ഈ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഇതേപോലെ നിലയിൽ എത്താനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇവർക്കുണ്ട്. ഇവർ സിനിമ ഫീൽഡിൽ വരുമ്പോൾ തന്നെ ആ ഒരു നിലവാരമുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ള നിലവാരം ഇല്ല എന്നല്ല, പക്ഷേ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ കീപ്പ് ചെയ്യേണ്ട പല മര്യാദകളും എല്ലാ ആക്ടേഴ്സുമായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ. ബാക്കിയുള്ളവരാണ് ഈ കച്ചറ പരിപാടി, ഈ മൂന്നാംകിട പരിപാടികൾക്ക് പോകുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് മനസ്സിലാക്കിയത് ഈ പൃഥ്വിരാജിനെ പോലുള്ള, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കുറച്ചും കൂടിയൊക്കെ ആക്ടേഴ്സിനെ കുറച്ചും കൂടിയൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്നവർ തൊഴിലാണെന്ന് അതിനെ വേറൊരു രീതിക്ക് കാണണ്ട, അങ്ങനെ കാര്യമില്ല. കുറച്ചും കൂടി ഒരു നിലവാരം, ഒരു മാനസിക വളർച്ചയോടുകൂടി സ്ത്രീ തങ്ങളുടെ അടിമയല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയത് പൃഥ്വിരാജിന് ശേഷമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം.
ഒരു നല്ല റെസ്പെക്റ്റ് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതേപോലെ റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരല്ല എന്നല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ കുറേ കേസുകളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ എന്ന് പറയുന്നത് ഇത് ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ഞെട്ടലൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഈ റിപ്പോർട്ടുകൾ കാരണം ഇവിടെ വല്ലതും നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നാമത്തെ കേസ് ഈ സംഭവം ഇപ്പോൾ കേരള സർക്കാരാണ് WCCയുടെ പരാതിയിന്മേൽ കേരള സർക്കാരാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആഹ്വാനം ചെയ്തത്. ഏകദേശം 1 കോടി രൂപയോളം ഖജനാവിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഏകദേശം ഈ റിപ്പോർട്ട് ഇവർ ഒരു 3-4 വർഷം ഇവർ പൂഴ്ത്തി വെച്ചു. എന്തിനാണ് ആ പൂഴ്ത്തി വെച്ചെന്നുള്ളത് റിപ്പോർട്ട് വന്നപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളെന്നുള്ളത്. അപ്പോൾ മുകേഷ് എന്ന് പറഞ്ഞ നടൻ MLA കൂടിയാണ്. അപ്പോൾ അതൊരു റീസൺ ആയിരിക്കാം. കുറച്ച് നാളത്തേക്ക് ഇവരൊരു ഭയവും കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാര്യം എല്ലാ ആൾക്കാരുടെയും വ്യക്തമായ മുഖങ്ങൾ ഈ സംഭവം ഈ ജനങ്ങളെ എത്ര നോണ പറഞ്ഞ് പറ്റിച്ചാൽ ഈ ആരോപണങ്ങളിൽ വന്നിരിക്കുന്ന ഈ നടന്മാരുടെയൊക്കെ വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, എന്താണ് സംഭവങ്ങൾ നടന്നിരിക്കണം എന്നുള്ളത്. എത്രത്തോളം ഇവർ നോണ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായ ജനങ്ങളോട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് അതില്ല ഇതില്ല ഇത് ഉടായ്പാണ് കള്ള റിപ്പോർട്ടാണ് വെറും ആരോപണങ്ങളാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ വീട്ടുകാർക്ക് ഇത് മനസ്സിലാവും എന്താണ് സംഭവങ്ങൾ നടന്നിരിക്കണം എന്നുള്ളത്. നിങ്ങളവർ കാണുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യങ്ങൾ. പിന്നെ പണ്ട് കാലത്ത് ഇത് നടിമാർക്കൊന്നും ഇത് തുറന്നു പറയാനുള്ള അവകാശങ്ങളില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറഞ്ഞില്ല അവസരങ്ങൾ പോവാണ്. എന്തുകൊണ്ട് അവസരങ്ങൾ പോകുമ്പോൾ വീണ്ടും ഒരു അവസരത്തിന് വേണ്ടി ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി വേൾഡാണ്. ഇപ്പോൾ പല സിനിമയ്ക്കുള്ളിലെ സിനിമകളെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ തന്നെ സിനിമകൾ ഇഷ്ടംമാതിരി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചതിക്കാത്ത എന്തു, അല്ലെങ്കിൽ ഉദയനാണ് താരം, അല്ലെങ്കിൽ തിരക്കഥ, അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം. ഇതൊക്കെ എന്ന് പറഞ്ഞത് എല്ലാ ഓരോ വെള്ളിയാഴ്ചയാണ് ഓരോ ജാതകം തെളിയണതും ജാതകം കെട്ടുപോകുന്നതും. ആ ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരു സിനിമ റിലീസ് ചെയ്യുന്നു, ഒരു നടൻ്റെ കരുത്ത്, അല്ലെങ്കിൽ ഓൾറെഡി ഫീൽഡിലുള്ള ഒരാൾ പൊട്ടി നിൽക്കുന്ന ഒരാളുടെ തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരാൾ കത്ത് നിൽക്കുന്ന ഒരാളുടെ മടങ്ങിപ്പോകും, അല്ലെങ്കിൽ പുതിയ പുതുമുഖങ്ങളുടെ ഒരു ജാതകം തെളിയുന്നു. ഓക്കെ, ഒരു സിനിമ ഹിറ്റടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാറ്റങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഹിറ്റടി ഒരു വെള്ളിയാഴ്ച കൊണ്ട് അയാളുടെ പ്രതിഫലം അയാളുടെ അതുവരെയുള്ള ലൈഫ് സ്റ്റൈൽ മാറുകയാണ്. അതൊരു ഫാൻറ്റസി വേൾഡാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ വേൾഡിൽ ആ ഒരു ഫാൻറ്റസി വേൾഡ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. വേറെ മറ്റേ ഫീൽഡുകൾ പോലെയല്ല. ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് എല്ലാ ഫീൽഡിലും നടക്കുന്നുണ്ട്. എല്ലാ ഫീൽഡുമായിട്ടാണ് സിനിമയെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓക്കെ, എല്ലാ ഫീൽഡിലും മേടിക്കുന്ന പ്രതിഫലമാണെന്ന് ലാലേട്ടനൊക്കെ മേടിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയൊക്കെ മേടിക്കുന്നത് അല്ല. എല്ലാ ഫീൽഡിലും മേടിക്കുന്ന അത്രയും താരാരാധന അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ, അത് എല്ലാ ഫീൽഡിലുള്ള അത്രയും ഫാൻസ് അസോസിയേഷൻ നിങ്ങൾക്കുള്ള അത്രയും വേറെ ഫീൽഡിലുണ്ടോ? ഓക്കെ, ഓരോ പരസ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും വരുമാനം തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്യങ്ങൾ ഇത്രയും വിറ്റ് പോകുന്നത്, നിങ്ങൾ പരസ്യങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ ഇത്രയും വാങ്ങിക്കുന്നത്, അത് മറ്റുള്ള ഫീൽഡിലുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയാണ്? ഒരിക്കലും അല്ല. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. മറ്റേതിനേക്കാളും വേറെ ചെറിയ ഘടകങ്ങൾ പോലും മലയാള പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സിനിമാ ഫീൽഡിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം. അവരതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഇവിടെ ഫോളോവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്ര ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. അത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ ഇത് സിനിമയിൽ മാത്രമല്ലല്ലോ വേറെ എവിടെയാണെന്ന് മാത്രം അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. സിനിമയുടെ പ്രത്യേകതകളുണ്ട്. അത് ഇത്രയും വർഷം അതിനകത്ത് നിൽക്കുന്ന നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുക. ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നത് അത് ഉടായ്പ പരിപാടിയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ലാലേട്ടനോട് ആ കാര്യത്തിൽ ലാലേട്ടൻ പറഞ്ഞൊക്കെ എല്ലാം കറക്റ്റ് തന്നെയാണ്. ലാലേട്ടൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ ലാലേട്ടൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, എന്തായാലും സന്തോഷം. അത് തന്നെയാണ് മമ്മൂക്ക എഴുതി വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ചൊന്നും ഇവർക്ക് ചെയ്യാനില്ല. വന്ന കാര്യങ്ങൾ ഇപ്പോൾ പൃഥ്വിരാജ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എത്രത്തോളം ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, അതിൻ്റെ രീതിക്ക് തന്നെ അവരെ ബാധിക്കുകയും ചെയ്യണം. ഓക്കെ, അതായത് അതിലൊരു കുറവും വരുത്തരുത്. ഏത് പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ ഉള്ള ആൾക്കാർ അത് അത്രയും വലിയ രീതിയിലേക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണോ അതേ രീതിക്ക് തന്നെ അവർ ബാധിക്കണമെന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഈ പ്രശ്നം ഉണ്ടായത് ഒരു വലിയൊരു നടനാണ് അതുകൊണ്ട് അയാൾക്ക് ബാധിക്കേണ്ടതൊന്നുമല്ല, അത് തന്നെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ലാലേട്ടൻ അത് പറഞ്ഞിരിക്കുന്നത് വേറെ കുറച്ചും കൂടി രീതിക്കാണ്. ലാലേട്ടൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയായിരുന്നു. ഓക്കെ, കാര്യം ഇത് ഇന്നും ഇന്നലെ നടക്കുന്ന കാര്യങ്ങളോ അല്ല, ഇതൊക്കെ എല്ലാവർക്കും ഇതിനകത്ത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇങ്ങനെ പവർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, എത്രയോ ഇപ്പോൾ ലാലേട്ടനൊക്കെ തന്നെ അഭിനയിച്ചിരിക്കുന്ന സിനിമകളുടെ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ തന്നെ നമ്മൾ നോക്കണം. മെയിൻ ആർട്ടിസ്റ്റുകൾ തുടങ്ങി ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ എവിടെ നിന്നൊക്കെയോ വിളികളൊക്കെ വന്നിട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വേറൊരു നടൻ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കാസ്റ്റിംഗ് ഡയറക്ടറെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഡയറക്ടറെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട്
ഇത് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ അവസരങ്ങൾ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ അവരായി സിനിമയ്ക്കകത്ത് വേണ്ട എന്നുള്ള പറയാൻ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അറിയണമെന്നില്ല, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെല്ലാം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല, കാര്യങ്ങളല്ല അവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും. ഇതിനിടയ്ക്ക് ജയസൂര്യ അമേരിക്കയിലാണ് കത്തനാർ, ഏകദേശം അത്യാവശ്യം 40-50 കോടിയൊക്കെ ചിലവ് വരുന്നത്. 50 കോടിയാണ് 100 കോടിയാണ് കത്തനാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ചിലവ് വരുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യ സിനിമയായിട്ടാണ് അത് ഇറക്കാൻ പോകുന്നത്. ജയസൂര്യ ഒരു 3-4 വർഷമായിട്ട് അതിൻ്റെ പുറകെ തന്നെയാണ്, അതിനുവേണ്ടി നല്ല ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട് ശാരീരികമായിട്ടുള്ളത്. അത് പുള്ളി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുടുംബസഹിതം അമേരിക്കയിലാണെന്നാണ് കേട്ടത്. പുള്ളിന് ശേഷം ഒരു ഈ റിപ്പോർട്ട് ഒരു നടി പുള്ളിക്കെതിരെ കുറേ ആരോപണങ്ങൾ പറഞ്ഞതിന് ശേഷം പുള്ളി എഴുതിയിരിക്കുന്നത് പാവം ചെയ്യാത്തവർക്ക് എല്ലറിയട്ടെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ അതിനകത്ത് പുള്ളി തെറ്റുകാരനാണെന്നുള്ളത് വ്യക്തമാണ്. ഇതിനി കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇനി കിടന്ന് മെഴുകേണ്ട കാര്യമൊന്നുമില്ല. ഈ സംഭവം നടന്നിട്ടുണ്ട്, പുള്ളി കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഇനി നാറേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്തിനാണെന്ന് ഈ പരിപാടി ചെയ്യാൻ പോയിട്ടല്ലേ, അത് ചെയ്ത് വെച്ചും പിന്നെ അതല്ല ഇതല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നാറിയെന്ന് തന്നെ പറഞ്ഞാൽ മതി. മക്കളൊക്കെ വളർന്നു വരികയല്ലേ, ആരൊക്കെ അറിയട്ടെ കാര്യങ്ങൾ. പിന്നെ സുരേഷ് ഗോപിനെ പറ്റി എനിക്ക് ഏറ്റവും ഈ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുള്ളി ജയിക്കാൻ വേണ്ടി ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ ഒത്തിരി പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ. ഓക്കെ, പുള്ളി ജയിച്ചു വന്നത് അതുപോലെ പുള്ളി ജയിച്ചു വരുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിനെ കൊണ്ട് എന്തൊക്കെ ഒരു എംപിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജനങ്ങൾക്ക് കൂടി അറിയണമല്ലോ. ഇവിടെ കുറേ എംപിമാർ കയറി പോകുന്നുണ്ട്, എന്തിനാണ് ഇവർ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും അല്ല കേട്ടോ. ഇപ്പോൾ വി എം സുധീരനെ പോലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ആളാണ്. ഞാനൊക്കെ പഠിച്ച സ്കൂളുകൾ കംപ്ലീറ്റ് ആലപ്പുഴ ജില്ലയിൽ ഒത്തിരി കാര്യങ്ങൾ വി എം സുധീരൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു എംപിയുടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊക്കെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് കണ്ടിട്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് പുള്ളീനൊക്കെ. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആൾക്കും പുള്ളിക്ക് അതേപോലെ നല്ല ചെയ്യണമെന്ന് താല്പര്യമുള്ള വ്യക്തിയാണ്. പുള്ളി ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും പുള്ളി ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ഈ ഒരു സ്ഥാനത്തേക്കും കൂടി വരുമ്പോൾ അധികാരവും സമ്പത്തും കൂടി അതിൽ നിന്ന് ഗവൺമെൻറ് തലത്തിലൊക്കെ ഫണ്ടും കൂടി തിരിച്ചു വരുമ്പോൾ പുള്ളി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ജനങ്ങൾക്കൊരു റിയലൈസേഷനാണ്. അപ്പോൾ ആ രീതിക്ക് നല്ല ആൾക്കാരെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നല്ല ആൾക്കാരെ ജനങ്ങൾ വിജയിപ്പിക്കും. എങ്കിലേ നമ്മുടെ നാടിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അത് എത്ര കാലമായി ഇങ്ങനെ ഒരു ഉടായ്പ രാഷ്ട്രീയക്കാർ അതൊക്കെ അടിച്ച് ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആളീ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ മുന്നിൽ എപ്പോഴും കുറേ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും സംസാരിക്കുന്ന മൊത്തം വേടത്തരായി പോകും. അതിപ്പോൾ മമ്മൂട്ടി എന്നല്ല, സുരേഷ് ഗോപി എന്നല്ല, ഏത് നടൻ്റെ മുന്നിൽ കൊണ്ടിരുന്നാലും ഇങ്ങനെ, അല്ലെങ്കിൽ 24 hours അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. സുരേഷ് ഗോപിക്കോ മമ്മൂട്ടിക്കോ അങ്ങനെയുള്ള കഴിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് നേരം ഇവരെ കൊടുത്തും ഈ ക്യാമറയും തൂക്കി ഇവരെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇവർ തന്നെ ചൂടായി തുടങ്ങും. ശരിക്കും ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് ശരിക്കും ആസ് എ ഹ്യൂമൻ ബീയിങ് എന്തൊക്കെയാണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസുകൾ സമീപകാലത്തായിട്ടാണ് കൂടുതലായിട്ടും പുള്ളി മാധ്യമങ്ങളിലേക്ക് എടുത്തേക്ക് വന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പുള്ളിയെ തേടി ചെന്നത്. അപ്പോഴാണ് പുള്ളിയുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്, എത്രയൊക്കെ നന്മകളുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത്. കൂടുതൽ നന്മകളാണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി വിജയിച്ചതും പുള്ളിക്ക് ഫാൻസ്, സ്ത്രീകൾ ഉൾപ്പെടെ ഒത്തിരി ഫാൻസ് ഉള്ളതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പുള്ളി പറഞ്ഞൊരു കാര്യം, അമ്മ റിപ്പോർട്ടിനെ പറ്റി ആദ്യം ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ അമ്മയുടെ ഓഫീസിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, അത് പറഞ്ഞായിട്ട് നിർത്തിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് എന്നോട് ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു. ഞാൻ അവിടെ ചർച്ചകളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവിടെ നടന്ന ചർച്ചകൾ എനിക്കറിയില്ല. ഞാൻ അമ്മ ഓഫീസിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. ഇതാണ് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ എവിടെ പോയെന്നറിയോ? ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയാണ്, അവനിങ്ങനെ ഇരുന്ന് പറയുവാണ്, ഈ പ്രപഞ്ചം നമ്മുടെ ഭൂമി കിടക്കുന്നത് മല, പുഴ, കുന്ന്, മല, പുഴ, കുന്ന്, ഇങ്ങനെ പറഞ്ഞ് ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ ഏരിയയിലും അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കേരളത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞേച്ചും പിന്നെ പറയാണ് ഇതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് പുള്ളി. അപ്പോൾ അടുത്ത പറഞ്ഞേ, നീ പറഞ്ഞോ, അതൊരു ഏരിയേണ്ട കാര്യമാണ്, ഇതാണ് പ്രപഞ്ച സത്യം എന്ന് നീ പറയുന്നതെന്ന് പറഞ്ഞു. അതേപോലെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്നോട് അമ്മേനെ കാര്യം ചോദിക്കണം, അത് വെച്ച് നിർത്തിയാൽ മതി. പിന്നെ അങ്ങോട്ട് കത്തി കയറുവാണ്, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ്, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കുക. പിന്നെ ഏതാണ് ഞാൻ എന്താണ് എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് പാർട്ടി കാര്യം ചോദിക്കുക. എന്തൊക്കെയാണ് ഈ സുജയ പാർവതി എന്ന് പറഞ്ഞ റിപ്പോർട്ടർ TV-യിലെ മാധ്യമപ്രവർത്തക, പുള്ളിക്കാരത്തി പക്ക BJP അനുഭാവിയാണ്. പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു, അപ്പോൾ ചായക്കടയിൽ നിന്ന് വരുമ്പോൾ പഴംപൊരിയുടെ കാര്യം ചോദിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അത്രയും മണ്ടത്തരമൊക്കെ പറഞ്ഞ് ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യാണ്ട് വരും. ഇപ്പോൾ തന്നെ BJP-കാർ പുള്ളി സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. കാര്യം എന്തൊക്കെയാണ് മണ്ടത്തരങ്ങളാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അതിൻ്റെ ഇടയ്ക്ക് നടന്നു. എല്ലാ ദിവസവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം പലരും കാണിച്ചു. പക്ഷേ ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇതിനകത്ത് മൊത്തത്തിലൊന്നും ഇനി നടക്കാൻ പോകണമെന്നില്ല. ഈ പറഞ്ഞ എന്തൊക്കെ നടന്നു പറഞ്ഞാലും ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകണമെന്നില്ല. ഇപ്പോഴും വേണമെങ്കിൽ ഒരു നടീനെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോഴും ആണുങ്ങളുടേതായിട്ടുള്ള ഒരു പവറിൽ നിൽക്കുന്നതാണ് ഈ സംഘടന. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ഇതേപോലെ ഈ നരമ്പ് രോഗികളെയും ഈ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തുന്ന ഉടായ്പന്മാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി. ഇപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുമല്ലോ. ഇനിയിപ്പോൾ ഇവരൊക്കെ എവിടെ ചെന്നാലും ഇവരെ പറ്റിയുള്ള ഇമേജുകളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഒത്തിരി ഫേക്ക് ഐഡികളൊക്കെ വരുന്നുണ്ട്.
ഫേസ്ബുക്കിൽ. ഇപ്പം ഇനി എന്ത് പരിപാടി അവതരിപ്പിച്ചാലും എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു ഫേക്ക് ഐഡിയിൽ തന്നെ മിക്കവാറും നേരിലുള്ള അടിയിലും വരും, ഫേക്ക് ഐഡിയിലും വന്ന് ഇവരെയൊക്കെ കംപ്ലീറ്റ് തൊലി കഴിയും. അതൊരു സംശയമില്ല. ഇനി ഇതുമായിട്ട് ഈ നാണക്കേടും കൊണ്ടേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് കുറച്ച് വരട്ടെ, എങ്ങനെയെങ്കിലും കുറച്ച് തളുപ്പൊക്കെ വരട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? അല്ല, ഈ കാലഘട്ടം വന്ന് ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം മാറി വന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്തെങ്കിലും കാണിച്ച് ഇങ്ങനെ ഒഴിവാക്കി വിടായിരുന്നു. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം ആരൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ പഴയ കേസുകൾ പോലും പുള്ളിയുടെ ഇന്നലെ ഞാനൊരു നോക്കിയപ്പോൾ അതിൻ്റെ താഴെ കൊണ്ട് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഈ നാട്ടക്കേസാണെങ്കിൽ ഈ നാട്ടുമായിട്ട് വേണം ഇനി ജീവിക്കാൻ. അത്ര തന്നെ. അപ്പം ഇനി മാധ്യമങ്ങളിലും ഉപയോഗിച്ച് അധികമൊന്നും ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ജയസൂര്യയുടെ ഒക്കെ ഒത്തിരി നല്ല മറ്റേ നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞത് അല്ലാതെ ഊഹിക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ. ഈ ഇങ്ങനെ എത്ര വീഡിയോകളുടെ താഴെയാണ് കമൻറ്റുകൾ തെറിയെന്ന് പറഞ്ഞാൽ തൊലി ഒലിപ്പിക്കണ രീതി. അത് ഇനി അങ്ങനെ പോവുള്ളൂ. മാക്സിമം ഇങ്ങനെയുള്ള കാര്യത്തിൽ വിടാണ്ടിരിക്കുക. പിന്നെ ലാലേട്ടനെതിരെയുള്ള കുറേ കാര്യങ്ങൾ, ലാലേട്ടനൊന്നും ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ലാലേട്ടൻ്റെയും കുഞ്ചാക്കോവിൻ്റെയും കേസുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ലാലേട്ടൻ്റെ കേസ് എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ കേട്ട കാര്യം ഇതാണ്. ലാലേട്ടനിൽ നിന്നൊക്കെ ഗർഭം ധരിക്കാൻ കാത്തിരുന്ന എത്രയോ സ്ത്രീകൾ ഉണ്ട്, സിനിമാ ഫീൽഡിലും ഉണ്ട്, അല്ലാണ്ടും ഉണ്ട്. ശരി, അങ്ങനെയാണ് പുള്ളിയുടെ ഒരു അപ്രോച്ച്. അങ്ങനെയാന്ന് പറഞ്ഞാൽ പുള്ളിനെ കാണുമ്പോൾ നല്ല മകൻ, നല്ല ജ്യേഷ്ഠൻ, നല്ല അനിയൻ, നല്ല ഒരു നായകൻ, നല്ല ഹസ്ബൻഡ്, ഇങ്ങനെയുള്ള ഒത്തിരി മനോഹരമായ റോളുകൾ ചെയ്യുമ്പോൾ ഒരു ഇഷ്ടം എല്ലാ ആൾക്കാർക്കും ലാലേട്ടനൊക്കെ തോന്നും. അപ്പോൾ അത് അങ്ങനെ ഒരു ലാലേട്ടൻ്റെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. ലാലേട്ടൻ്റെ പുറകെ കുറേ സ്ത്രീകൾ പോയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാം. ലാലേട്ടൻ 3000 സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയണ കേട്ടു. പക്ഷെ അത് ലാലേട്ടൻ അന്ന് വെറുതെ പറഞ്ഞതാണ്. പക്ഷെ പുള്ളി ഒരിക്കലും സെക്സിനെ പറ്റി ഒരു സംസാരം, ഒരു വാക്കുകൾ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ എന്തായാലും പറയുന്നില്ല. ശരിക്കും പുള്ളിയുടെ കോൺസെപ്റ്റ് അത് പുള്ളി ഒരാളെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഈ മൂന്നാംകട പരിപാടികളിൽ ഈ കച്ചറളി ചെയ്യുന്ന പരിപാടി, സെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നടിയെ ആക്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ, അവരുടെ കഴിവുകൾ അടിച്ചമർത്തുക, അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ലാലേട്ടൻ ചെയ്യില്ല. ലാലേട്ടൻ എന്നല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരാൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകില്ല. ഓക്കെ, ഇനിയും പുറത്തു വരാനുള്ള കുറേ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സംവിധായകൻ കമലിൻ്റെ കേസ് പറഞ്ഞൊരു റിപ്പോർട്ട് കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് പൊഴുതിയിട്ടുണ്ട്. പുള്ളിക്കെതിരെ നല്ല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഒരു പയ്യനോടെന്ന് പറഞ്ഞത് സംവിധായകൻ രഞ്ജിത്ത് ഒരു വീഡിയോ മേടിച്ചിട്ട് രേവതിക്ക് അയച്ചു കൊടുക്കുന്നത്. രേവതി WCC മെമ്പറാണ്. അപ്പോൾ അതിനെതിരെ ആരും ഒന്നും വേണ്ടിയിട്ടില്ല, മാധ്യമങ്ങളൊന്നും വേണ്ടിയിട്ടില്ല. അപ്പോൾ അതും അതിൻ്റെ ചർച്ച ചെയ്യണ്ടേ? അല്ല, ഇത് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതേപോലെ ഈ WCC മെയിൻ ഒരു മെമ്പറാണ് റിമാ കല്ലിങ്കലിൻ്റെ ഹസ്ബൻഡാണ് ആഷിഖ് അബു. അപ്പോൾ റിമാ കല്ലിങ്കലും ആഷിഖ് അബുവും കൂടി അവിടെ പാർട്ടികൾ നടത്തുമ്പോൾ ലഹരി കൊടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തമിഴ് ഗായികയെ പറ്റിയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ആഷിഖ് അബു FK എന്ന് രാജിവെച്ചിട്ടുണ്ട്. കുറച്ച് ഉടായ്പ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് അതിനകത്ത് രാജിവെച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ ഇത് മാത്രമല്ല, സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ലഹരി ഉപയോഗത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ആരൊന്നും വേണ്ടുന്നില്ല. അതും പുറത്ത് വരട്ടെ. ആഷിഖ് അബു അത്ര നല്ല ആളാണെന്നുള്ളതും അറിയട്ടെ കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചർച്ചകളും വന്നിട്ടില്ല. അപ്പോൾ അതും പുറത്ത് വരണം, ആ റിപ്പോർട്ടുകളും വരണം. അല്ലാണ്ട് ഇപ്പോൾ മൊത്തത്തിൽ പോയിരിക്കുന്നത് സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ പുറകെ മാത്രമാണ്. അല്ലാണ്ട് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ഒരു സ്ത്രീക്ക് കിട്ടേണ്ട കുറേ പ്രൈവസികളുണ്ട്. അതിനുള്ള കാര്യങ്ങൾ പോലും മലയാള സിനിമയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ബാത്റൂം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയങ്ങളോ ഒന്ന് ഉറങ്ങാനുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടിയുള്ള ഒരു ടോട്ടൽ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് ഇപ്പോൾ ഇതിനകത്ത് വാർത്തകളിലേക്ക് നിറഞ്ഞിരിക്കുന്നത് മൊത്തം ഇങ്ങനെയുള്ള കേസുകളാണ്. എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം അത് വരുമായിരിക്കും. ഈ കേസുകൾ തന്നെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇനി എന്തോരം വാർത്തകൾ ഇത് റിലേറ്റ് ചെയ്ത് തന്നെ വരാനുണ്ടെന്ന് തോന്നുന്നു. സിദ്ദിഖിൻ്റെ റിപ്പോർട്ട് ആ സ്ത്രീ അവിടെ പറയണത് ഈ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലത്തെ സ്ത്രീകളൊക്കെയാണ് ഇങ്ങനെ മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു അടിച്ചമർത്തുന്ന രീതിയിൽ ഇതൊക്കെ ചോദിച്ചത്. നീയൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കും? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോളണം. ഇങ്ങനെ മൊത്തത്തിലൊരു അധികാരവും എന്താ പറയുക, പണവും അല്ലെങ്കിൽ ആണിൻ്റെതായിട്ടുള്ള ഒരു ഡോമിനൻസി, ഈ ഫീൽഡിൻ്റെതായിട്ടുള്ള ഇതെല്ലാം അടിച്ചമർത്തി അല്ലെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ആ സിദ്ദിഖിനെതിരെ ആ പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു, ഈ ദിലീപിൻ്റെയൊക്കെ മകളൊക്കെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ സിദ്ദിഖൊക്കെ ഇത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. കാര്യം അത്ര ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അവരോടൊക്കെ ഇത് കാണിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അത്. മോൻ്റെ സിദ്ദിഖിൻ്റെയൊക്കെ മോൻ്റെ കല്യാണം അടുത്ത കാലത്ത് അവൻ്റെ കഴിഞ്ഞു തോന്നുന്നു. ഏകദേശം അവൻ്റെയൊക്കെ പ്രായം തന്നെ ഉണ്ടാവുള്ളൂ ആ പുള്ളിക്കാരത്തി. അതിനോടൊക്കെയാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇതിനിടയ്ക്ക് കേരള സർക്കാർ ഇതൊന്നും മുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി രക്ഷപ്പെടും മലയാള സിനിമ. പിന്നെ ഇനി ഈ പഴയ കുറച്ച് ആൾക്കാരാണ് ഈ ഉടായ്പായിട്ട് നടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഉള്ള നടന്മാർ, ഇപ്പോൾ ടോബിനോ അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഇപ്പോൾ ഉള്ള നടന്മാരൊന്നും ഇങ്ങനെയുള്ള തരികിട പരിപാടിക്കൊന്നും പോകുന്ന ആൾക്കാരല്ല. അല്ലെങ്കിൽ ഒരു നടിയെ ഈ ഇങ്ങനെയുള്ള വഴങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരല്ല ഇപ്പോൾ ആസിഫ് അലി ആയാലും ഫഹദ്, ദുൽഖർ,
പൃഥ്വിരാജ്, ടോവിനോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഒരു കച്ചറ മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ വരട്ടെ, അങ്ങനെയുള്ള ഒരു മൊത്തത്തിലൊരു മാറ്റങ്ങൾ വരട്ടെ. ഇതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞത് കുറേയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം. ഇപ്പോൾ ഈ ജനങ്ങളും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്, മാധ്യമങ്ങളും നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇതിന് മുന്നേയൊക്കെ ഇതിൻ്റെ വാർത്തകളൊക്കെ പലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വലിയ വാർത്തയാക്കിയില്ല. പക്ഷേ ഇതൊരു വാർത്തയാക്കണം എന്നുള്ള കച്ചകെട്ടി തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഇറങ്ങിയത്. എന്തായാലും നന്നായി, നല്ല കാര്യം തന്നെയാണ്. ഇത് നിങ്ങളുടെ ഫീൽഡിലുണ്ട്, ലാലേട്ടൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ മാത്രമല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീൽഡിലുണ്ട് ഈ പരിപാടി. അതിന് അങ്ങനെ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ വീണ്ടും അതിനെതിരെ കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ വലിയ മാറ്റങ്ങളൊന്നും മലയാള സിനിമയിൽ കൊണ്ടുവരുമോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇനി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഏതൊരു നടിയെക്കെതിരെ മെസ്സേജ് അയക്കാനും ഡോറിൽ ചെന്ന് കൊട്ടാനും സുരാജേട്ടനെ പോലെ കൊട്ടാനും ഉള്ള ഇനി എല്ലാവരും ഒന്ന് മടിക്കും. കാര്യം ആ സ്പോട്ടിൽ തന്നെ ഇതൊക്കെ വൈറലാകും, അവനെ തൂക്കിയെടുത്തിട്ട് പോകും. എന്നിട്ട് ഈ ഇഷ്ട സിനിമയ്ക്കകത്ത് കോളേജിൽ കയറുമ്പോൾ നെടുമുടി വേണിച്ചേട്ടൻ ഇങ്ങനെ പമ്മിയാണ് നടക്കുന്നത്, പുറകെ കൂടി അതിങ്ങനെ എടുത്തിട്ട് പോണ പോലെ ആയിരിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ ആളെ എയറിലേക്ക് പോകും, നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. ഒരു പരിധിവരെ പിന്നെ ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട് ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. കുറേ പെയ്ഡ് ഫാൻസ് ആണോ അല്ലെങ്കിൽ ഉടായ്പാണോ ഈ നടന്മാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകളെ പോയി പാലത്തെറി വിളിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താണ് കാര്യം? ഇതിനൊരു തീരുമാനം വേണ്ടേ? അവർ പറഞ്ഞത് അത്ര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഫീൽഡിൽ നിന്ന് വിലക്കുക, അവരുടെ ജീവിക്കാനുള്ള അധികാരത്തെ അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകളെയാണ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ അവർക്ക് വിചാരിച്ചാൽ ഇത് അവർക്കും അറിയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്താ നടക്കണം എന്നുള്ളത്. അവർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ശരിക്കും അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ മാറ്റാൻ പറ്റിയില്ല. കാര്യം അവരെല്ലാവരെയും സോപ്പിട്ടാണ് ഈ പറഞ്ഞ നടന്മാരെല്ലാവരും നിൽക്കുന്നത്. ഈ ആരോപണ വിധേയരായ എല്ലാ നടന്മാരും ഈ മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ബിംബങ്ങളെ സോപ്പിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ സ്ഥലത്തും വന്നാലും ലാലേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനാണ്, എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ ആളാണ്, ഇക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്, എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയി, ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിയിരിക്കണം ഇവർ രണ്ടുപേര്. ഈ ആരോപണ വിധേയരായ എല്ലാ നടന്മാരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവർക്കും ഇതറിയാം ഇവരെ സോപ്പിട്ട് നിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അവരെയും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. കാര്യം അത്രത്തോളം പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ അത്രത്തോളം ആരോപണങ്ങളാണ് അവർക്ക് എല്ലാം വന്നിരിക്കുന്നത്. ഇനി എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരിൽ വീണ്ടും ഈ കേസ് അവരെയൊക്കെ ഉപദ്രവിക്കാണ്ടിരിക്കുക. ഈ നടിമാരും നല്ലതാണെന്ന് നമുക്ക് അഭിപ്രായം ആർക്കുമില്ല. അവരുടെ കേസുകൾ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെതിരെ നല്ലൊരു അന്വേഷണം വരട്ടെ. ഹേമ കമ്മിറ്റി ഇന്ത്യയിൽ മൊത്തം അറിഞ്ഞപ്പെട്ടു. തമിഴിൽ നിന്ന്, തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ വരെ അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. തുടങ്ങി വെച്ചത് കേരളമാണല്ലോ എന്നുള്ളത് ഇന്നലെ പിണറായി പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇതിൻ്റെ എല്ലാത്തിനും തുടക്കം കേരളത്തിൽ നിന്നാണ്. ഇത് കത്തിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവകാശങ്ങളും നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ സഖാവിൻ്റെ ശശി ചേട്ടൻ്റെയും കൂടി പുറത്ത് വരണം. അതും കൂടിയൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും അടിപൊളി. ബൈ.